ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചിക്കൻ കറിയുടെ അതേ രുചിയിലുള്ള ഒരു അടിപൊളി കടലക്കറിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കറിയുടെ രുചിയിലുള്ള കടലക്കറി ഉണ്ടാക്കാൻ ഞാനിവിടെ കടലയും 2 ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനു വേണ്ടി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 2 സബോള അരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കാം. സബോള നല്ലപോലെ വഴറ്റി കൊടുക്കണം. സബോള നല്ലപോലെ വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴങ്ങി വന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളെല്ലാം അടിപിടിക്കാതെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളയ്ക്കട്ടെ. മസാല ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ചിരവിയ തേങ്ങ അതും കൂടെ ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ തിളച്ചതിന് ശേഷം നമുക്ക് ഒരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായതിന് ശേഷം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് അതിൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കടലക്കറിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ദോശൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ആപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇന്ന് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.